ഹരേ രാമ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്കിന്ന് രാമായണം 17-ാം ഭാഗം നമുക്ക് വിവരണം ശ്രദ്ധിക്കാം. കർക്കിടകം 17-ാം ദിവസത്തെ രാമായണ വ്യാഖ്യാനമാണ് ഇന്ന് വിവരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ബാലിയുടെ വധമായിരുന്നു വിവരിച്ച് നിർത്തിയിരുന്നത്. ബാലി സുഗ്രീവന്മാർ തമ്മിലുള്ള യുദ്ധത്തിൽ ഭഗവാൻ ഒളിച്ചു നിന്ന് ബാലിയെ അമ്പെയ്തു. ബാലി അങ്ങനെ താഴെ വീഴുകയാണ് രാമശരമേറ്റിട്ട്. അപ്പോൾ ബാലി ഭഗവാനോട് കൂപ്പുകൈകളോടെ ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, സൂര്യവംശത്തിൽ ശ്രേഷ്ഠനായ അവിടുന്ന് എത്ര അധർമ്മമാണ് എന്നോട് ചെയ്തത്. ധർമ്മത്തിൻ്റെ പ്രതിരൂപമാണ് ശ്രീരാമചന്ദ്രൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ടുമാണോ അധർമ്മത്തിലൂടെ ഒളിച്ചു നിന്ന് അമ്പെയ്ത് ഈ വാനരനെ അവിടുന്ന് ഇല്ലായ്മ ചെയ്തത്? അങ്ങക്ക് എന്ത് നന്മയ്ക്ക് വേണ്ടിയാണ്, എന്ത് ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയാണ് അങ്ങിത് ചെയ്തത്? വാനരൻ്റെ ശരീരം ഭക്ഷ്യയോഗ്യമല്ല, ഭക്ഷണത്തിന് വേണ്ടിയാണ് അങ്ങ് ഉപയോഗിച്ചതെങ്കിൽ അപ്പോൾ അതിനും കൊള്ളില്ലല്ലോ. പിന്നെ എന്തിനാണ് അങ്ങ് എന്നോട് ഈ ചതി ചെയ്തത്? ഞാൻ അങ്ങയുടെ വലിയ ഭക്തനല്ലേ, പിന്നെയും അങ്ങ് എന്തിനാണ് അങ്ങയോട് എന്നോട് ഈ ചതി ചെയ്തതെന്നൊക്കെ ബാലി ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ ബാലിയോട് പറയുകയാണ്, എന്ത് ഞാനൊന്ന് നിന്നോട് പിഴച്ചത്? എന്തിനെന്നെ കൊല ചെയ്തത്? വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ട് രാജ്യധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്ന് ബാലി ചോദിക്കുമോ ഭഗവാനോട്? എന്തൊരു കീർത്തി ലഭിച്ചത് ഇതുകൊണ്ട്? ചിന്തിക്ക, രാജകുലോത്ഭവനല്ലോ നീ. വീരധർമ്മം നിരൂപിച്ച് കീർത്തിക്കെങ്കിൽ നേരെ പൊരുതി ജയിക്കണം ഏവനും. അപ്പോൾ നേരെ പൊരുതി ജയിക്കാൻ ചെന്നാൽ ആ യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രന്റെ ശക്തി കൂടി ബാലിക്ക് ലഭിക്കും. അതറിയാവുന്ന ഭഗവാൻ അതുകൊണ്ടാണ് മറഞ്ഞു നിന്ന് അമ്പെയ്തത്. അപ്പോൾ ബാലിയോട് പറയുകയാണ്, നീ അധർമ്മം ചെയ്തതുകൊണ്ടാണ്, നീ ധർമ്മിയാണെന്ന് നീ ഇഹത്തിൽ ഭൗതികത്തിൽ സുഖിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് നിനക്ക് നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ധർമ്മിയാണ് നീ, ഭക്തനാണ് നീ എന്നൊക്കെ നിനക്ക് തോന്നുന്നത്. എന്നാൽ അധർമ്മികളെ നിഗ്രഹിക്കുവാനാണ് ഞാൻ ആയുധവുമേന്തി ഈ വനത്തിലേക്ക് വന്നിരിക്കുന്നത്. നീ ഒരു അധർമ്മിയാണ്. കാരണം നീയും നിന്റെ സഹോദരനും ഒരുമിച്ച് വാഴേണ്ട ആ കിഷ്കിന്ധ രാജധാനിയിൽ നീ നിന്റെ അനുജനെ ഉപദ്രവിച്ച് കൊല്ലുവാൻ വേണ്ടി പുറത്താക്കി നീ സ്വന്തമായിട്ട് ജീവിക്കുന്നു അവിടെ, സർവ ഐശ്വര്യങ്ങളോടും കൂടി, രാജ അധികാരത്തോടു കൂടി. ആ മായാവിയുമായുള്ള യുദ്ധത്തിൽ ആ ഗുഹയുടെ ദ്വാരത്തിൽ അനുജനെ നിർത്തിയത് നീയായിരുന്നു. പക്ഷേ ആ പറഞ്ഞിരുന്ന പോലെ ചോര പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു വർഷക്കാലം നിന്നതിന് ശേഷം തിരികെ വന്ന് വിഷമത്തോടെ കൊട്ടാരത്തിലേക്ക് വന്ന അനുജന്റെ എതിരെ നീ വഞ്ചനയാണ് ചെയ്തത്. നീ അവനെ തെറ്റിദ്ധരിച്ചുകൊണ്ട്, സത്യം അറിയാമെങ്കിലും തെറ്റിദ്ധരിച്ച് അവനെ കൊല്ലുവാൻ വേണ്ടി രാജ്യത്ത് നിന്ന് പുറത്താക്കി പ്രാണരക്ഷാർത്ഥം ഗുഹയിൽ ജീവിക്കുകയാണ് അവൻ. അത് ധർമ്മമാണോ? ഒരേപോലെ ജനിച്ചതല്ലേ നിങ്ങൾ രണ്ടുപേരും? ഒരേ അമ്മയല്ലേ നിങ്ങളെ വളർത്തിയത്? അതുപോലെ തന്നെ അഹല്യാദേവിയാണ് നിങ്ങളെ ഓമനിച്ചു വളർത്തിയത്. എന്നിട്ട് ആ അഹല്യാദേവിയെ താപസനായ ഗൗതമ മഹർഷി ശപിച്ച് ശിലയായി കഴിഞ്ഞിട്ടും ഒരിക്കലും ആ ദേവിയെ കാണുവാൻ, നിങ്ങളുടെ അമ്മയെ കാണുവാൻ പോയിട്ടില്ല നീ. അധർമ്മത്തിലൂടെ തന്നെ രാജ്യം സ്വന്തമാക്കുകയും അനുജനെ പുറത്താക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം അനുജന്റെ ഭാര്യയായ ആ പത്നിയെയും നീ, രുമ എന്ന് പറയുന്ന ആ ദേവിയെയും നീ സ്വന്തമാക്കി. അതും വളരെ ബലപ്രയോഗത്തിലൂടെ, ഇഷ്ടമല്ലാതെ സ്വന്തമാക്കുകയാണ്. ഇതൊക്കെ അധർമ്മമല്ലേ? ഇതൊക്കെ ഒരു രാജധർമ്മമാണോ? ഒരു രാജാവിന്, ഉത്തമനായ രാജാവിന് യോജിച്ചതാണോ ഇതൊക്കെ എന്ന് ചോദിച്ച് ശ്രീരാമചന്ദ്രന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ബാലി തൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി തന്നെക്കാൾ വലിയ ശക്തനാകും എന്ന് കരുതി ഹനുമാൻ സ്വാമി വായുതനയനായതുകൊണ്ട്, അതും ശിവ ചൈതന്യമാണ്, പാർവതി ദേവിയുടെയും ചൈതന്യം വായുദേവന്റെ കൈകളിൽ കൊടുത്ത് വായുദേവനാണ് അത് അഞ്ജനാദേവിയുടെ ഗർഭത്തിലേക്ക് ആക്കിയത്. അപ്പോൾ ആ അഞ്ജനയുടെ ഗർഭം അലസിക്കുവാൻ വേണ്ടി
പഞ്ചലോഹ നിർമ്മിതമായ ഒരു ദിവ്യ ഔഷധം ഗർഭരക്ഷയ്ക്കാണെന്ന് പറഞ്ഞ് ബാലി കൊടുത്തു വിടുന്നുണ്ട്. അത് കഴിക്കുവാൻ വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ ഉള്ളിൽ കിടക്കുന്ന ആ വായുപുത്രനായ ശക്തനായ ആഞ്ജനേയൻ മരിച്ചു പോകുവാൻ വേണ്ടി. അപ്പോൾ ആ ഭ്രൂണഹത്യ ചെയ്യാൻ വേണ്ടി അതും വായു ഭഗവാന്റെ അത് ശിവ ചൈതന്യവും. അങ്ങനെ ശിവന്റെ കയ്യിൽ നിന്നും ബാലിക്ക് അപ്രീതി ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതെല്ലാം ചെയ്തതിനെ കുറിച്ച് ഇവിടെ ശ്രീരാമചന്ദ്രൻ പറയുകയും ബാലി ആ മരണക്കിടക്കയിൽ ഇതെല്ലാം ഈ തെറ്റുകളെക്കുറിച്ച് ബോധവാനാകുകയും അഹംബോധത്തിൽ ഞാനാണ് വലിയ ഭക്തനെന്നും ഞാനാണ് ഏറ്റവും ധർമ്മിഷ്ഠനെന്നും ഒക്കെ തന്റെ അപാരമായ ശക്തി വിശേഷത്തിൽ ഇങ്ങനെ ജ്വലിച്ച് ജീവിച്ചിരുന്ന ആ ബാലിക്ക്, അതും സത്യയുഗം മുതൽ ജീവിക്കുകയാണ് ബാലി. ഇതിപ്പോൾ ത്രേതായുഗമായി, രണ്ടാമത്തെ യുഗമായി. ആ യുഗത്തിൽ ശ്രീരാമചന്ദ്രന്റെ അമ്പേറ്റ് മരിക്കണമെന്നാണ് ബാലിയുടെ യോഗം. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ശ്രീരാമചന്ദ്രന്റെ വാക്കുകൾ കേട്ടപ്പോൾ ബോധം ഉദിക്കുകയും തന്റെ തെറ്റോർത്ത് പശ്ചാത്തപിക്കുകയും ശ്രീരാമചന്ദ്രനോട് മാപ്പിരക്കുകയും തന്നെ അനുഗ്രഹിച്ച് തനിക്ക് സായുജ്യം ലഭിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്റെ സഹോദരനായ സുഗ്രീവനെ കൊണ്ട് മാപ്പിരക്കുന്നു. തന്റെ മകനായ അംഗദനെ സ്നേഹത്തോടെ സ്വന്തം മകനായി പരിഗണിച്ച് വളർത്തണമെന്ന് പറയുന്നു. ഒപ്പം താരാദേവി വിധവയാകാതെ താരയെ സംരക്ഷിക്കുവാനും പറയുന്നു. തന്റെ സുഗ്രീവന്റെ ഭാര്യയായ രുമയെ സ്വന്തമാക്കി അവളെ യാതൊരു തെറ്റിദ്ധാരണയും കൂടാതെ അവളെയും പത്നിയായി പഴയതുപോലെ തന്നെ സ്വീകരിച്ച് സന്തോഷമായി രാജ്യം ഭരിക്കുക എന്ന് ഒക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയോടും ചെയ്ത തെറ്റിന് മാപ്പ് അപേക്ഷിച്ച് ശ്രീരാമചന്ദ്രനോട് പറയുന്നു, അങ്ങയുടെ കൈകൾ കൊണ്ട് എൻ്റെ നെഞ്ചിൽ നിന്ന് ഈ ശരം എടുക്കുക, അതിനുശേഷം എൻ്റെ പ്രാണൻ പോകാൻ അവിടുന്ന് എൻ്റെ ദേഹം തടവുക. അങ്ങനെ അങ്ങയുടെ സ്പർശം കൊണ്ട്, അങ്ങയുടെ ആ സാമീപ്യവും കൊണ്ട്, അങ്ങയുടെ മനോഹരമായ രൂപം കണ്ടുകൊണ്ട് ഞാൻ ഇഹലോകം വെടിയട്ടെ, സായുജ്യത്തെ പ്രാപിക്കട്ടെ എന്ന് രാമചന്ദ്രൻ അങ്ങനെ തന്നെ ചെയ്യുന്നു. അതിനു മുമ്പായിട്ട് താരാദേവി അംഗദൻ പറഞ്ഞ് ഓടി വന്ന് ബാലി മരിച്ചു, യുദ്ധത്തിൽ ശ്രീരാമന്റെ അമ്പേറ്റു താഴെ വീണു എന്ന ആ വാർത്ത മറ്റ് വാനരന്മാർ പലരും ഓടി വന്ന് പറയുന്നു. അപ്പോൾ അംഗദനും ഓടി വന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാ കൊട്ടാരത്തിന്റെ എല്ലാ ഭാഗങ്ങളും വേഗം തന്നെ രാജ്യത്തിന്റെ കവാടങ്ങളൊക്കെ അടയ്ക്കുക, സുഗ്രീവനും മറ്റ് സൈന്യങ്ങളും ഉള്ളിലേക്ക് പ്രവേശിക്കാതെ അംഗദകുമാരനെ അടുത്ത രാജാവായി അഭിഷേകിക്കാൻ തയ്യാറെടുക്കുക എന്നൊക്കെ വാനര സംഘങ്ങൾ വന്ന് താരാദേവിയോട് പറയുമ്പോൾ താര വളരെ വിലപിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് പോയി, ഇനി എനിക്ക് രാജ്യം എന്തിനാണ്, മകൻ എന്തിനാണ്, എനിക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മരിക്കാൻ തയ്യാറായി കിടക്കുന്ന ബാലിയുടെ അരികിലേക്ക് താര ഓടി വന്ന് തൻ്റെ മടിയിലേക്ക് ശിരസ്സെടുത്ത് വെക്കുകയും എനിക്കും മരിക്കണം, എന്നെ കൂടി കൊണ്ടുപോകൂ, അങ്ങ് തനിച്ച് എന്തിനാണ് പോകുന്നത്, അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ രത്നത്തിന്റെ വിലാപം വീണ്ടും ശ്രീരാമചന്ദ്രന്റെ നേരെ തിരികുകയാണ്. എന്നെയും കൂടി അവിടുന്ന് ഇദ്ദേഹത്തിനോടൊപ്പം മറ്റൊരമ്പ് ചെയ്ത് എന്നെ കൂടി എൻ്റെ ഭർത്താവിനൊപ്പം കാലപുരിക്ക് അയക്കൂ, അങ്ങക്ക് ഒരു കന്യാദാനം ചെയ്തതിന്റെ സൽഫലം കിട്ടും. ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന ഭാര്യയുടെ ദുഃഖം, അതുപോലെ ഭാര്യയെ പിരിഞ്ഞ ഭർത്താവിന്റെ ദുഃഖം ഇപ്പൊ അങ്ങും അനുഭവിക്കുന്നുണ്ടല്ലോ. അത് അപ്പോൾ എനിക്കും അതേ ദുഃഖം തന്നെയാണല്ലോ അങ്ങ് തന്നത്, എന്ത് അപരാധത്തിലാണ് ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് വിലപിക്കുമ്പോഴാണ് ശ്രീരാമചന്ദ്രൻ ബാലിയോടുള്ള ഈ ഉപദേശം നടത്തിയതും ബാലി അങ്ങനെ ബോധത്തിലൂടെ, അതായത് സ്വബോധം ആത്മബോധത്തിലൂടെ പരമമായ സായുജ്യത്തിലേക്ക് പ്രാപിച്ചതും. അതിനുശേഷം താരയ്ക്ക് ഭഗവാൻ ഉപദേശം കൊടുക്കുന്നുണ്ട്, താരോപദേശം. ആ കഠിനമായ ദുഃഖത്തിൽ നിന്ന് താരയെ രക്ഷിക്കുവാൻ വേണ്ടി
തൻ്റെ ഭർത്താവ് ഏതായാലും ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും കാലത്തിനതീതമാണ്, കാലാതീതരായിട്ടുള്ളത് ആരുമില്ല. അപ്പോൾ കാലഗതിയിൽ എല്ലാവരും ശരീരം വിട്ട് പരലോകത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും. അത് എൻ്റെ സായകമേറ്റ്, എൻ്റെ അമ്പേറ്റ് മരിച്ച എൻ്റെ മുന്നിൽ എൻ്റെ സ്പർശനത്തിൽ സായുജ്യം പ്രാപിച്ച് വീരസ്വർഗം പ്രാപിച്ച് വിലയം കൊണ്ട ആ ശ്രേഷ്ഠ ആത്മാവ് ഇങ്ങനെ ശ്രേഷ്ഠമായി പോയതിൽ സന്തോഷിക്കുകയല്ലേ താരെ വേണ്ടത്? അതിനുവേണ്ടി വിലപിച്ച് വീണ്ടും ഇത്ര കാലവും ജീവിച്ച ആളിനെ വീണ്ടും ഭൂമിയിൽ തന്നെ ജീവിക്കണമെന്ന് പറയുന്നത് മൗഢ്യമല്ലേ? അപ്പോൾ ദേവി സ്നേഹിച്ചത്, ഭർത്താവായി കണ്ടത് ഈ നശിക്കുന്ന ശരീരത്തെ ആയിരുന്നോ? അതല്ലേ ഇവിടെ വീണ് കിടക്കുന്നത്? യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഏറ്റവും സായുജ്യമായ പരമമോക്ഷത്തെ പ്രാപിച്ച ശ്രേഷ്ഠ ആത്മാവായി മാറിയിരിക്കുകയാണ്. അത് അങ്ങനെ ആ ആത്മാവിനെ അല്ലേ ഈ ശരീരത്തെ ആയിരുന്നോ അവിടുന്ന് പ്രണയിച്ചതും ഭർത്താവാണെന്ന് കരുതിയതും എന്ന് ഒക്കെ ഭഗവാൻ ചോദിക്കുമ്പോൾ താരയുടെ ഹൃദയത്തിൽ ആ നിർവൃതി ഉണ്ടാവുകയും ഭഗവാന്റെ അല്പനേരത്തെ ആ ബ്രഹ്മ വചനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ താര മുക്തയായി മാറുകയാണ്, ജീവൻ മുക്തയായി മാറുകയാണ് ഭഗവാനിൽ നിന്ന് ആ ഗോപ്യമായ തത്വങ്ങൾ കേൾക്കുമ്പോൾ തന്നെ. അങ്ങനെ താര ജീവിത ദുഃഖത്തിൽ നിന്ന് മുക്തയാകുന്നു. താൻ ഭർത്താവിൻ്റെ ശരീരത്തെ നമിക്കുന്നു, പ്രദക്ഷിണം വെച്ച് പാദം വണങ്ങുന്നു. തൻ്റെ മകനായ അംഗദനോടും അങ്ങനെ തന്നെ ചെയ്യുവാൻ പറയുന്നു. അതിനുശേഷം ലക്ഷ്മണകുമാരൻ്റെ നേതൃത്വത്തിൽ സുഗ്രീവനും മറ്റുള്ള പ്രമുഖരും എല്ലാവരും ചേർന്ന് വളരെ വീരോചിതമായി ആ ബലികർമ്മങ്ങൾ, പൈതൃക കർമ്മങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നു ബാലിയുടെ. അതിനുശേഷം ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ച് ലക്ഷ്മണകുമാരൻ സുഗ്രീവനെ രാജാവ്, കിഷ്കിന്ധയിലെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. യുവരാജാവായി അംഗദനെയും നിയമിക്കുന്നു. അങ്ങനെ ആ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ അത് ശ്രീരാമചന്ദ്രൻ തന്നെ ചെയ്യണം എന്ന് ശ്രീരാമചന്ദ്രന്റെ പാദപൂജ ചെയ്ത് അങ്ങയുടെ ഒരു അനുചരനായി ലക്ഷ്മണകുമാരനെ പോലെ ഞാനും അങ്ങയുടെ പാദം പിന്തുടരാം എന്ന് പറയുമ്പോൾ അത് പാടില്ല, ഞാനൊരു നഗരത്തിലേക്കും പ്രവേശിക്കുകയില്ല, എനിക്ക് പകരം ലക്ഷ്മണകുമാരൻ അങ്ങയുടെ രാജ്യാഭിഷേകം നടത്തും. അതിനുശേഷം ഇനിയും ചാതുർമാസ്യം ആരംഭിക്കുകയാണ്. ഞാൻ ഋഷ്യമൂകാചലത്തിൽ തന്നെ വസിക്കും. അങ്ങ് ഈ 4 മാസക്കാലം കഴിഞ്ഞ് ശരത്കാലമാകുമ്പോൾ സീതാദേവിയുടെ അന്വേഷണാർത്ഥമായി അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഏർപ്പെട്ടുകൊണ്ട് വീണ്ടും വരിക എന്ന് പറഞ്ഞ് വളരെ അതുവരെയും ഭാര്യയോടും മകനോടും താരാദേവിയോടും ഒക്കെ ഒന്നിച്ച് വളരെ കാലം ഒറ്റയ്ക്ക് വനത്തിലൊക്കെ ജീവിച്ചതല്ലേ, അപ്പോൾ ഇനിയും കൊട്ടാരത്തിലെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കൂ എന്ന് അനുഗ്രഹിക്കുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് ഋഷ്യമൂകാചലത്തിലെ ഒരു ഗുഹയിലേക്ക് പോയി ചാതുർമാസ്യ കാലത്ത് ഏകാന്തത്തിൽ ധ്യാനത്തിലിരിക്കുന്നു. അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന അവസരത്തിൽ സുഗ്രീവൻ തൻ്റെ കൊട്ടാരത്തിൽ തൻ്റെ ഭാര്യയോടും താരാദേവിയോടും ഒക്കെ അംഗദനോടും ഒക്കെ ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ലക്ഷ്മണകുമാരൻ ക്രിയാമാർഗം ഉപദേശിക്കുവാൻ ഭഗവാനോട് പറയുന്നു. ആ ക്രിയാമാർഗമൊക്കെ ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ 4 മാസക്കാലം കഴിഞ്ഞു പോകാറായപ്പോൾ ഹനുമാൻ വന്ന് സുഗ്രീവനോട് പറയുകയാണ്, സുഗ്രീവ, ഇങ്ങനെ മദ്യപിച്ചും ഭാര്യമാരോടൊത്തും പകലും രാത്രിയും ഭേദമില്ലാതെ ഇങ്ങനെ നീ മതിച്ച് ജീവിക്കുമ്പോൾ നീ ഭഗവാന് കൊടുത്തൊരു വാക്ക് മറന്നു പോവുകയാണ്. അവിടെ 4 മാസക്കാലങ്ങൾക്ക് ശേഷം സീതാദേവിയുടെ അന്വേഷണാർത്ഥം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആ ഒരു സഖ്യത്തിലൂടെയാണല്ലോ ശ്രീരാമചന്ദ്രൻ നിന്റെ ജ്യേഷ്ഠനായ മഹാശക്തനായ ബാലിയെ വധിച്ചതും നിന്നെ രാജാവാക്കിയതും. അപ്പോൾ ആ വാക്കു പാലിക്കാതെ ഇരിക്കുന്നത് നിന്റെ മരണത്തിന് കാരണമാകില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഗ്രീവൻ പറയുന്നു, വളരെ സത്യമാണ് അങ്ങ് പറഞ്ഞത്.
ഇങ്ങനെ സത്യം ചൊല്ലുന്ന അമാത്യന്മാരുണ്ടെങ്കിൽ പൃഥ്വീശന് ആപത്തൊന്നും ഉണ്ടാവുകയില്ല. സത്യം പറയുന്ന മന്ത്രിമാർ അല്ലെങ്കിൽ രാജാവിനെ ബോധം ഉണ്ടാക്കി കൊടുക്കുന്ന മന്ത്രിമാരുണ്ടെങ്കിൽ രാജാവിന് ആപത്തൊന്നും ഉണ്ടാകുകയില്ല എന്ന് പറയുന്നു. കൂടാതെ വാനരന്മാരെ അവരെ എല്ലാം വരുത്തുക, എല്ലാ സ്ഥലങ്ങളിലേക്കും 10,000 കവിവീരന്മാരെ വരുത്തി അവരെ എല്ലാം എൻ്റെ സന്ദേശം അവർക്ക് കൈമാറുക. സീതാദേവിയുടെ അന്വേഷണാർത്ഥം എല്ലാ ദിക്കിലേക്കും അവരെ അയക്കുക. അവർ ഈ പറഞ്ഞത് എത്രയും വേഗം ചെയ്തില്ലെങ്കിൽ അവർക്ക് വധശിക്ഷ തന്നെ ഞാൻ കൊടുക്കും എന്നൊക്കെ എൻ്റെ ഈ ഉഗ്രശാസനം കവിവീരന്മാരെ അറിയിക്കൂ എന്നൊക്കെ പറഞ്ഞ് സുഗ്രീവൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് വീണ്ടും പോകുന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഈ 4 മാസക്കാലം കഴിഞ്ഞിട്ടും സീതാന്വേഷണത്തിന് മുൻകൈ എടുത്ത് സുഗ്രീവനും സൈന്യവും വരാത്തതിനെ ചൊല്ലി വീണ്ടും വിരഹതാപത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ വിരഹ താപം എൻ്റെ സീതയെ എവിടെ പോയി, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പറയുന്ന ആളിനെ ഞാൻ എൻ്റെ ജീവനേക്കാൾ കൂടുതൽ ഞാൻ ആ ആളിനെ ഞാൻ സ്നേഹിക്കും, ആ ആളിനെ ഞാൻ അനുഗ്രഹിക്കും എന്നൊക്കെ ഭഗവാൻ പറയുകയാണ്. അതുപോലെ തന്നെ മുൻപ് ഭാഗത്ത് ഈ സുഗ്രീവനുമായിട്ട് ഭഗവാൻ സഖ്യം ചെയ്യുന്ന അവസരത്തിൽ സുഗ്രീവൻ്റെ കൈകളിലേക്ക് സീതാദേവി രാവണനോടൊപ്പം പോകുന്ന അവസരത്തിൽ തൻ്റെ ചേലയുടെ ഒരു ഭാഗം പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് തൻ്റെ ആഭരണങ്ങൾ കെട്ടി താഴേക്ക് ഈ 4 വാനരന്മാരിരിക്കുന്നത് കണ്ട് രാവണൻ അറിയാതെ താഴേക്ക് തൻ്റെ ആഭരണങ്ങൾ ഇടുമ്പോൾ അത് സുഗ്രീവൻ്റെ കൈകളിൽ എത്തുന്നുണ്ട്. ശ്രീരാമദേവൻ സീതാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സുഗ്രീവനോട് സഖ്യം ചെയ്യുമ്പോൾ 2 മാസക്കാലം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഈ ആഭരണങ്ങൾ, ദിവ്യമായ ആഭരണങ്ങൾ, ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ ഒരു രാക്ഷസൻ ഇങ്ങനെ ആകാശമാർഗ്ഗെ കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ കൈകളിലേക്ക് ഇട്ടു തന്നതാണ് ആ ദേവി എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ്റെ കൈകളിൽ അത് ആഭരണം ഇത് സീതാദേവിയുടേത് തന്നെയാണോ എന്ന് ചോദിച്ചു കൊടുക്കുന്ന ഭാഗത്തും ശ്രീരാമൻ അത് തൻ്റെ കണ്ണുകളിൽ വെച്ചിട്ട് കണ്ണുനീർ തൂവിക്കൊണ്ട് തൻ്റെ നെഞ്ചിൽ ചേർത്ത് വെച്ച് ആ ദേവിയുടെ ആഭരണങ്ങൾ, അല്ലയോ ദേവി ഈ ആഭരണങ്ങളും അങ്ങേ വിട്ടു പോയോ എന്നൊക്കെ ചോദിച്ച് വിലപിക്കുന്ന ഭാഗമുണ്ട്. അത് നമുക്ക് രാമായണത്തിൽ ഈ ഭഗവാന്റെ ഈ കരച്ചിൽ അത് നമ്മുടെ ഹൃദയഭേദകമാണ്, നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കും. രാമൻ്റെ ആ വിരഹദുഃഖം. അപ്പോൾ ദേവി എന്തുമാത്രം വിരഹദുഃഖം അനുഭവിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കുന്നതിനും അതീതമാണ്. അത്രയും ഉദാത്തമാണ് സീതാരാമന്മാരുടെ ആ ബന്ധം, സ്നേഹം, പ്രണയം എല്ലാം ദിവ്യമാണത്. അതിനൊരു മാനുഷ ഛായ അല്ലെങ്കിൽ ഒരു ലൗകിക ഛായ കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു ആധ്യാത്മികമായ പരസ്പര ഗാഢബന്ധം. ആ ഒരു ഹൃദയത്തിൻ്റെ പരിശുദ്ധിയിലുണ്ടാകുന്ന ബന്ധത്തിന് ശരീരം വളരെ അപ്രസക്തമാണ്. ആ ശാരീരികമായ ഒരു ബന്ധവും സൗഹൃദവും സ്നേഹവും മാത്രമായിരുന്നെങ്കിലും രാമനും സീതയും ഇത്രയുമേൽ ദുഃഖിക്കുകയില്ലായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഉപരിയാണ് അവരുടെ ആ ബന്ധവും സ്നേഹവും. അങ്ങനെ സുഗ്രീവൻ വീണ്ടും തന്നെ തേടി വരുന്നില്ല, സീതാദേവിയെ കാണുന്നില്ല. അങ്ങനെ ശ്രീരാമന്റെ വിരഹതാപം വർദ്ധിക്കുന്നു. അങ്ങനെ സുഗ്രീവനോട് ചെന്ന് പറയൂ, എൻ്റെ ശാസനം, ബാലിയെ കൊന്ന അമ്പ് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്, അതിന് വീണ്ടും ആ അമ്പ് എൻ്റെ പ്രഹരം ഏൽക്കുവാൻ നീയും തയ്യാറായിക്കൊള്ളൂ എന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടുകൂടി കോപത്തോടുകൂടി ലക്ഷ്മണൻ ഞാൻ ഇന്ന് സുഗ്രീവനെ നിഗ്രഹിക്കുമെന്ന് ചാടിയിറങ്ങി വാളുമൂരി പോകാൻ തുടങ്ങുമ്പോൾ ഭഗവാൻ പറയുന്നു, സുഗ്രീവൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിയാണ്, അവനെ അനുജ നീ വധിക്കരുത്, ഭയപ്പെടുത്തിയാൽ മാത്രം മതിയെന്ന്. അങ്ങനെ ലക്ഷ്മണൻ സുഗ്രീവന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. ആ ലക്ഷ്മണന്റെ പുറപ്പാട് വളരെ കോപാക്രാന്തനായിട്ട് കൊട്ടാരത്തിന്റെ സമീപത്തെത്തിയ ആ ലക്ഷ്മണൻ എത്തിയെന്നറിഞ്ഞപ്പോൾ അംഗദൻ ഓടിവന്ന് പറയുന്നുണ്ട് സുഗ്രീവനോട്,
ലക്ഷ്മണൻ വളരെ കോപാക്രാന്തനായി വന്നു. അംഗദനെയാണ് ആദ്യം ലക്ഷ്മണൻ കാണുന്നത്. അപ്പോൾ അംഗദനോട് പറയുകയാണ്, നിന്റെ അച്ഛനെ കൊന്ന ബാണം ഇപ്പോഴും ശ്രീരാമചന്ദ്രൻ സൂക്ഷിക്കുന്നുണ്ട്. അത് സുഗ്രീവന് അത് പ്രയോജനപ്പെടുവാൻ കാലമായി എന്ന് തോന്നുന്നു എന്ന് ചെന്ന് പറയൂ എന്ന് പറയുമ്പോഴാണ് പേടിച്ചരണ്ട അംഗദൻ വന്ന് അനുവാദം വാങ്ങി സുഗ്രീവനോട് എൻ്റെ അന്തഃപുരത്തിൽ ചെന്നത് പറയുന്നത്. അപ്പോൾ സുഗ്രീവൻ വളരെ ഭയവിഹ്വലനായി, വളരെ ലജ്ജിതനായി, താൻ ഭഗവാനെ കാണാൻ ചെന്ന ആ കാര്യം, അന്ന് സഖ്യം ചെയ്ത കാര്യത്തിന് വേണ്ടി ചെല്ലാത്തത് ഓർത്തിട്ട് സ്വയം ലജ്ജിതനാകുന്നു. എന്നിട്ട് ഹനുമാനെ പറഞ്ഞു വിടുന്നു. ഹനുമാൻ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ലക്ഷ്മണനെ ശാന്തനാക്കി കൊണ്ടുവരാൻ, ഒപ്പം താരാദേവിയോടും പറയുകയാണ്, കോപമടക്കുവാൻ വേണ്ടി ലക്ഷ്മണകുമാരനെ ശാന്തനാക്കുവാൻ നല്ല വാക്കുകൾ പറഞ്ഞതിന് ശേഷം എൻ്റെ അരികിലേക്ക് കൊണ്ടുവരൂ എന്ന്. അങ്ങനെ ഹനുമാൻ സ്വാമി വാനര സൈന്യങ്ങളെയൊക്കെ ഏർപ്പെടുത്തിയ വിവരമെല്ലാം ലക്ഷ്മണകുമാരനോട് പറയുന്നു. അതിനുശേഷം താരാദേവിയെ കാണുന്നു. ലക്ഷ്മണകുമാരൻ താരാദേവിയും പറയുന്നു, അങ്ങ് വളരെ കാലമായി വനത്തിലും പർവ്വതങ്ങളിലും ഒക്കെ ജീവിച്ച സുഗ്രീവന് അവിടത്തെയൊക്കെ അനുഗ്രഹം കൊണ്ട്, രാമദേവന്റെയും അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ രാജ്യവും കൊട്ടാരവും ജീവിതവും ഒക്കെ കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഉപദ്രവിക്കരുതേ. അദ്ദേഹം അതിൽ ജീവിക്കുകയാണ് സന്തോഷമായി. സീതാദേവിയെ വീണ്ടെടുക്കുവാനുള്ള സൈന്യവ്യൂഹങ്ങളെ പല ഭാഗങ്ങളിലേക്കും അയച്ചിട്ടുണ്ട്. എത്രയും വേഗം ശ്രീരാമചന്ദ്രനെ സുഗ്രീവൻ വന്ന് കാണുകയും ആ കർമ്മം പൂർത്തീകരിക്കുകയും ചെയ്യും. അതുവരെയും സമാധാനമായി ഇവിടെ കഴിഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെയുള്ള നല്ല വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ ലക്ഷ്മണകുമാരൻ സുഗ്രീവനെ കാണുമ്പോൾ, കൊട്ടാരത്തിൽ വന്ന് കാണുമ്പോൾ സുഗ്രീവൻ ഓടിച്ചെന്ന് എഴുന്നേൽക്കുന്നു, വന്നിരിക്കുന്നു. വളരെ സ്നേഹത്തോടുകൂടി പരസ്പരം കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ സുഗ്രീവൻ എന്നോട് ക്ഷമ പറഞ്ഞ്, അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണ് എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ കോപിച്ചതും അതൊന്നും സാരമാക്കരുത്, ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് അങ്ങ് എന്ന് പറഞ്ഞ് വീണ്ടും കൂട്ടിക്കൊണ്ടു പോവുകയാണ് സുഗ്രീവനെ രാമസന്നിധിയിലേക്ക്, ഭഗവാന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഭാഗത്ത് ഈ 17-ാം ദിവസത്തെ ഭാഗം അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും രാമചന്ദ്രപ്രഭുവിൻ്റെയും സീതാദേവിയുടെയും ആഞ്ജനേയന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.